ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ വിഷ്ണു. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റിൻ്റെ ഫസ്റ്റ് അഡ്വൈസ് കഴിഞ്ഞ ദിവസം വന്നിട്ടുണ്ടായിരുന്നു. കാറ്റഗറി നമ്പർ 486/2022. അതിൻ്റെ ഫസ്റ്റ് അഡ്വൈസ് ഡീറ്റെയിൽസാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ചർച്ച ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ അഡ്വൈസിൻ്റെ ചാർട്ടിലോട്ട് പോകാം. അപ്പോൾ ടോട്ടൽ 60 വേക്കൻസിക്കാണ് അഡ്വൈസ് അയച്ചിരിക്കുന്നത്. അതിൽ OC 28ാമത്തെ ആളിന് അഡ്വൈസ് പോയിട്ടുണ്ട്. EWS 31ാമത്തെ ആളിന് അഡ്വൈസ് പോയിട്ടുണ്ട്. EBTയിൽ 38ാമത്തെ ആൾക്ക് അഡ്വൈസ് പോയിട്ടുണ്ട്. SSCക്ക് 428ാമത്തെ ആൾക്ക് അഡ്വൈസ് പോയിട്ടുണ്ട്. STക്ക് അഡ്വൈസ് പോയിട്ടില്ല. മുസ്ലിം 34ാമത്തെ ആളിന് അഡ്വൈസ് പോയിട്ടുണ്ട്. ലാത്തിൻ കത്തോലിക് ആംഗ്ലോ ഇന്ത്യൻ 221ാമത്തെ ആൾക്ക് അഡ്വൈസ് പോയിട്ടുണ്ട്. OBC 10ാമത്തെ ആൾക്ക് അഡ്വൈസ് പോയിട്ടുണ്ട്. അത് OCയിൽ നിന്നാണ് പോയിരിക്കുന്നത്. വിശ്വകർമ്മ 15ാമത്തെ ആൾക്ക് അഡ്വൈസ് പോയിട്ടുണ്ട്. അത് OCയിൽ നിന്നാണ് പോയിരിക്കുന്നത്. ധീവര 4ാമത്തെ ആൾക്ക് അഡ്വൈസ് പോയിട്ടുണ്ട്. അത് OCയിൽ നിന്നാണ് പോയിരിക്കുന്നത്. SIUC നാടാർക്ക് അഡ്വൈസ് പോയിട്ടില്ല. ഹിന്ദു നാടാർ 207ാമത്തെ ആൾക്ക് അഡ്വൈസ് പോയിട്ടുണ്ട്. SSCCക്ക് അഡ്വൈസ് പോയിട്ടില്ല. DAയിൽ LBക്ക് അഡ്വൈസ് പോയിട്ടില്ല. DAHIക്ക് സപ്ലിമെൻ്ററി ലിസ്റ്റിൽ നിന്ന് 1 അഡ്വൈസ് പോയിട്ടുണ്ട്. DA LDCP സപ്ലിമെൻ്ററി ലിസ്റ്റ് 1 അഡ്വൈസ് പോയിട്ടുണ്ട്. DA MD സപ്ലിമെൻ്ററി ലിസ്റ്റിലുള്ള എല്ലാവർക്കും, അതായത് 9 ആൾക്കാർക്കും അഡ്വൈസ് പോയിട്ടുണ്ട്. ഇനി 8 വേക്കൻസി ഫില്ലായി കിടക്കുന്നുണ്ട് അവിടെ. അപ്പോൾ ഇത്രയുമാണ് അഡ്വൈസിൻ്റെ സ്ഥിതി. ഇനി നമുക്ക് അഡ്വൈസിൻ്റെ കുറച്ചുകൂടി ഡീറ്റെയിൽസ് നോക്കുമ്പോൾ മൊത്തത്തിൽ 60 വേക്കൻസിക്കാണ് അഡ്വൈസ് പോയിരിക്കുന്നതെന്ന് നേരത്തെ പറഞ്ഞു. അതിൽ 35 ഫ്രഷ് വേക്കൻസിക്കും അതുപോലെ തന്നെ NJD 25, അങ്ങനെ ടോട്ടൽ 60 എണ്ണത്തിനാണ് അഡ്വൈസ് പോയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ലാസ്റ്റിൽ അഡ്വൈസ് നിൽക്കുന്നത് MR നമ്പർ 29 69 EWSനാണ്. അടുത്തത് വരുന്നത് 70 വിശ്വകർമ്മയ്ക്കാണ് അടുത്ത അഡ്വൈസ് പോകുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ OC-BC പൊസിഷൻ, OCയിൽ ഇപ്പോഴും 7 അഡ്വൈസ് പോയിട്ടുണ്ട്. EWS 2 എണ്ണം പോയിട്ടുണ്ട്. BCക്ക് 8, NJD 25, DAയിൽ LDയിൽ 1 എണ്ണം, അങ്ങനെ മൊത്തത്തിൽ DA മാത്രം 18 എണ്ണം. ടോട്ടൽ 60 അഡ്വൈസാണ് പോയിരിക്കുന്നത്. ഇനി ഒരു TPO ഇപ്പം നിലവിലുണ്ട്. MR നമ്പർ 29 68 ലാത്തിൻ കത്തോലിക് ആംഗ്ലോ ഇന്ത്യ TPO ആയിട്ട് മാറ്റി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇത്രയുമാണ് അഡ്വൈസിൻ്റെ ഡീറ്റെയിൽസ്. നമുക്കിതിൻ്റെ വേക്കൻസി എത്രത്തോളം ഉണ്ടായിരുന്നു എന്ന് നമുക്ക് നോക്കാം. ഇതുവരെ 120 വേക്കൻസിയാണ് റിപ്പോർട്ടായിരിക്കുന്നത്. അതായത് NJDയും ഫ്രഷും ആൻറ്റിസിപ്പേറ്റഡ് വേക്കൻസിയും കൂടെ ചേർത്ത് 120 എണ്ണമാണ് റിപ്പോർട്ട് ചെയ്തിരുന്നത്. അതിൽ 60 എണ്ണത്തിനാണ് അഡ്വൈസ് പോയിരിക്കുന്നത്. അഡ്വൈസ് പോയിരിക്കുന്നതിൻ്റെ ഡീറ്റെയിൽസ് ആണ് ഈ തന്നിരിക്കുന്നത്. 60 എണ്ണം. യൂണിവേഴ്സിറ്റി കേരളയുണ്ട്, മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി ഉണ്ട്, കൊച്ചിൻ യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി, കേരള വെറ്റിനറി ആൻഡ് ആനിമൽ സയൻസ് യൂണിവേഴ്സിറ്റി, ശ്രീ ശങ്കരാചാര്യ യൂണിവേഴ്സിറ്റി ഓഫ് സാൻസ്ക്രിറ്റ്, കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഫിഷറീസ് ആൻഡ് ഓഷ്യൻ സ്റ്റഡീസ്, APJ അബ്ദുൽ കലാം ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റി, അങ്ങനെ ആ യൂണിവേഴ്സിറ്റികളിലൊക്കെയാണ് ഇപ്പോഴും 60 എണ്ണം റിപ്പോർട്ടായിരിക്കുന്നത്. ഇനി ബാക്കി ആൻറ്റിസിപ്പേറ്റഡ് വേക്കൻസിയും NJD ആയിട്ട് ഒരു 60 വേക്കൻസിയും കൂടെ റിപ്പോർട്ടായിട്ടുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസ് ആണ് ഈ തന്നിരിക്കുന്നത്. അങ്ങനെ മൊത്തത്തിൽ ഇനി 60 വേക്കൻസിയും കൂടെ ആൻറ്റിസിപ്പേറ്റഡ് വേക്കൻസി ആയിട്ട് കിടപ്പുണ്ട്. ഒരു 6 NJD വേക്കൻസിയും കൂടെ ഇതിൻ്റെ കൂടെ ആഡായിട്ടുണ്ട്. അത് അഡ്വൈസ് അയച്ചിട്ടില്ല. ഇനി ഇത്രയും വേക്കൻസി, ഈ 60 വേക്കൻസിക്കാണ് ഇനി അഡ്വൈസ് അയക്കാനുള്ളത്. അതിൽ ഈ ഗ്രീനിൽ കാണിച്ചിരിക്കുന്നതാണ് ഇനി ലേറ്റസ്റ്റ് ആയിട്ട് ആൻറ്റിസിപ്പേറ്റഡ് വേക്കൻസി മെച്യൂർഡ് ആകുന്നത്. അത് ഏകദേശം ഒരു 35 വേക്കൻസിയോളം ഉണ്ട് ഉടനെ തന്നെ അഡ്വൈസ് അയക്കാനായിട്ടുള്ളത്. അതിൽ 18/5/2024 ഒരു 6 NJD വേക്കൻസി ഉണ്ട്. അത് യൂണിവേഴ്സിറ്റി ഓഫ് കാലിക്കറ്റിലാണ്. പിന്നെ 15/5/2024 ഒരു 8 ആൻറ്റിസിപ്പേറ്റഡ് വേക്കൻസി റിപ്പോർട്ടായിട്ടുണ്ട്. അത് ഡ്യൂ ആകുന്നത് 1/6/2024 അത് യൂണിവേഴ്സിറ്റി ഓഫ് കേരളയിലാണ്. പിന്നെ വന്നിരിക്കുന്നത് 14/3/2024 ഒരു ആൻറ്റിസിപ്പേറ്റഡ് വേക്കൻസി വന്നിട്ടുണ്ട്. അത് 1/7/2024 മെച്യൂർഡ് ആയിരിക്കുന്നത്. അത് ശ്രീ ശങ്കരാചാര്യ യൂണിവേഴ്സിറ്റി ഓഫ് സാൻസ്ക്രിറ്റിലാണ്. പിന്നെ 2/2/2024 16 ആൻറ്റിസിപ്പേറ്റഡ് വേക്കൻസി റിപ്പോർട്ടായിട്ടുണ്ട്. അത് 1/6/2024 മെച്യൂർഡ് ആയിട്ടുണ്ട്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലാണ് അത് റിപ്പോർട്ടായിരിക്കുന്നത്. പിന്നെ വന്നിരിക്കുന്നത് 22/12/2023 4 ആൻറ്റിസിപ്പേറ്റഡ് വേക്കൻസി റിപ്പോർട്ടായിട്ടുണ്ട്. അത് 1/6/2024 മെച്യൂർഡ് ആയിരിക്കുന്നത്. അത് കണ്ണൂർ യൂണിവേഴ്സിറ്റിയിലാണ്. അപ്പോൾ ഇത്രയും ഒരു 35 വേക്കൻസിക്ക് വേണ്ടിയിട്ട് അഡ്വൈസ് ഉടനെ തയ്യാറാക്കുന്നതായിരിക്കും. ഇത്രയുമാണ് യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റിനെ കുറിച്ചിട്ടുള്ള അഡ്വൈസ് ചാർട്ട്. ഓക്കെ, അപ്പോൾ ഇനി പുതിയ ചാർട്ട് വരുമ്പോൾ നമ്മൾ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ഓക്കെ, വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഡൗട്ട് വല്ലതും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം. എല്ലാവർക്കും വളരെയധികം നന്ദി. നമസ്കാരം.